ഹായ് ഓൾ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറാണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ തരങ്ങൾ ഏതെല്ലാം എന്നാണ്. 1. ഉള്ളടക്ക മാർക്കറ്റിംഗ്, കണ്ടൻറ് മാർക്കറ്റിംഗ്. ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വിവരപ്രദമായി ഉള്ളടക്കം പങ്കിടുന്നത്. ഉദാഹരണം, ഇൻസ്റ്റാഗ്രാമിൽ ചർമ്മ സംരക്ഷണ ടിപ്പുകൾ. നെക്സ്റ്റ് പോയിന്റ്, മൊബൈൽ മാർക്കറ്റിംഗ്. മൊബൈൽ ഫോണുകൾ വഴി SMS ആപ്പുകൾ, പുഷ് അറിയിപ്പുകൾ വഴി ഉപഭോക്താക്കളെ ലക്ഷ്യമിടുന്നു. ഉദാഹരണം, സൊമാറ്റോയിൽ നിന്ന് 50% ഓഫർ പുഷ് അറിയിപ്പ് നൽകുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ മുതലായ പ്ലാറ്റ്ഫോമുകൾ വഴി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഉദ്ദേശം ഏത് പ്രേക്ഷകരാണ് ടാർഗറ്റ് എന്ന് മനസ്സിലാക്കി അവരുടെ ഇടയിൽ വിശ്വാസം നേടുക എന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. ഗൂഗിൾ പോലുള്ള സെർച്ചിൽ ഉൽപ്പന്നം ടോപ്പ് ലെവലിൽ എത്തിക്കാൻ ഉള്ളടക്കം ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. ഉദ്ദേശം കൂടുതൽ വെബ്സൈറ്റ് സന്ദർശകർക്ക് ലഭ്യമാകുക എന്നുള്ളതാണ്. ഇമെയിൽ മാർക്കറ്റിംഗ്. ഉപഭോക്താക്കളെ ഇമെയിൽ വഴി നേരിട്ട് സമീപിക്കുന്നത്. ഉദാഹരണം, ഓഫറുകൾ, ന്യൂസ് ലെറ്ററുകൾ അയക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പെയ്ഡ് അഡ്വർടൈസിംഗ്. ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്ക് ആഡ്സ് തുടങ്ങിയവയിൽ പണമിട്ട് പരസ്യം നൽകുന്നത്. ലക്ഷ്യം ഒരു വലിയ പ്രേക്ഷക ഗ്രൂപ്പിലേക്ക് വേഗത്തിൽ എത്തുക എന്നുള്ളതാണ്. ഉള്ളടക്ക മാർക്കറ്റിങ്ങിൻ്റെ പ്രധാന ഘട്ടങ്ങൾ ഏവയാണ്. ലക്ഷ്യം നിർവചിക്കുക, പ്രേക്ഷകരെ തിരിച്ചറിയുക, റിസർച്ച് ചെയ്യുക, ഉള്ളടക്ക തന്ത്രം തയ്യാറാക്കുക, ഉള്ളടക്കം സൃഷ്ടിക്കുക, വിതരണം ചെയ്യുക, ഫലങ്ങൾ അളക്കുക, ആവർത്തിച്ച് മെച്ചപ്പെടുത്തുക. ഉള്ളടക്ക മാർക്കറ്റിങ്ങിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തെല്ലാം? വിശ്വാസം വളർത്തുന്നു, ബ്രാൻഡ് അവബോധം വർദ്ധിപ്പിക്കുന്നു, ലീഡുകൾ സൃഷ്ടിക്കുന്നു, SEO മെച്ചപ്പെടുത്തുന്നു, ചെലവ് കുറഞ്ഞത്, ഉപഭോക്തൃ വിശ്വസ്തതയും നിലനിർത്തലും. ഇതാണ് പ്രധാന ഗുണങ്ങൾ. ഉള്ളടക്ക മാർക്കറ്റിങ്ങിന് എന്തൊക്കെ വെല്ലുവിളികളുണ്ട്? സമയം ചിലവഴിക്കേണ്ടത്, സ്ഥിരത ആവശ്യമുള്ളത്, ഫലം അളക്കാൻ ബുദ്ധിമുട്ട്, മത്സരം കഠിനമാണ്, വൈദഗ്ധ്യം ആവശ്യമുണ്ട്. ഒരു പ്രബല ഉള്ളടക്ക മാർക്കറ്റിംഗ് എന്താണ്? ഇൻസ്റ്റാഗ്രാം, ബ്ലോഗ്, ഇമെയിൽ തുടങ്ങിയവ ഉള്ളടക്കം ഉപയോഗിച്ച് ഉപഭോക്താക്കളെ ആകർഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു. മൊബൈൽ മാർക്കറ്റിങ്ങിൻ്റെ ഉദാഹരണം എന്തൊക്കെയാണ്? സ്വിഗ്ഗിയുടെ പുഷ് അറിയിപ്പുകൾ, പേടിഎമ്മിൻ്റെ ക്യാഷ് ബാക്ക് ഓഫറുകൾ, ഡൊമിനോസിൻ്റെ ലൊക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള മെസ്സേജുകൾ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് ഞാൻ ഷെയർ ചെയ്തത്. മെയിൻ പോയിൻറ്റ്സും ഷെയർ ചെയ്തിട്ടുണ്ട്.